അപ്പോൾ ഇനി എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും എക്സസ് മാക്സ് ബോക്സ് പീസ്, അതേപോലെ തന്നെ 11 Pro Max ബോക്സ് പീസ്, അതും കില്ലർ. ആരാധകരെ ശാന്തരാവിൻ iPhone 12 Pro നോൺ ആക്റ്റീവ് ഇതാ വീണ്ടും എക്സസ് 256 GB 850 ദിറംസിനോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഇൻ ആർക്കിഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എനർജറ്റിക് ആണ്, വളരെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പായി, വേറെ ഒന്നുമല്ല, ഒരുപാട് തിരക്കിലായിരുന്നു. നല്ല സ്റ്റോക്ക് വരാൻ ഡിലായി പോയി, പിന്നെ എന്താ പറയുക, കുറച്ച് തിരക്ക് പെട്ടുപോയി നമ്മളേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ. ഓക്കെ ഗൈസ്, അപ്പം ഒരുപാട് നാളായി നിങ്ങളെല്ലാവരും നേരിട്ട് കണ്ടിട്ട് ഒരുപാട് സങ്കടമുണ്ട്. മിസ് യു ഓൾ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ആദ്യം തന്നെ ഒരുപാട് മനസ്സറിഞ്ഞു നന്ദി. അപ്പം ഇനി സിൽവർ ബട്ടണിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാം. 100K ആയി സിൽവർ ബട്ടൺ ഇതുവരെ എത്തിയില്ല. എന്താണ് ഗൈസ് സിൽവർ ബട്ടൺ എത്താത്തത്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, കാരണം ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതാ ബോക്സ് പീസിൽ 11 Pro Max എക്സസ് മാക്സ് ഒക്കെ ഉണ്ട്. അതും നമ്മൾ വെറുതെ ബോക്സ് ആക്കിയ സാധനമല്ല, ജസ്റ്റ് ആക്ടിവേഷൻ സ്റ്റോക്കാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ആദ്യം തന്നെ നമുക്ക് 11 Pro Max ബോക്സ് പീസ് നോക്കാം. 256 GB 11 Pro Max ബോക്സ് പീസ് സാധനം. ഈ ബോക്സിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റേതായിട്ടുള്ള ഒറിജിനൽ ചാർജർ ഉണ്ടാവും, അതേപോലെ തന്നെ ഹെഡ്സെറ്റ് ഉണ്ടാവും. പഴയ മോഡൽ ഫോണാണ്, പ്രൊഡക്ഷൻ നിർത്തിയ സാധനമാണ്. പിന്നെയും എങ്ങനെ ബോക്സ് പീസ് സാധനം വരാമെന്നുള്ളതാണ് ഡൗട്ട്. അതായത് ആക്ടിവേഷൻ ചെയ്ത സ്റ്റോക്കാണ്. 100% ബാറ്ററി ഹെൽത്ത് ഉണ്ടാവും. ഇത് ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് തന്നെ 100% ബാറ്ററി ഉണ്ടാവും. ഇതിൻ്റെ വാറൻറ്റി കട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്, വാറൻറ്റി കട്ട് ചെയ്തിട്ട്. അപ്പം നിങ്ങൾക്കറിയാലോ, ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ബോക്സ് പീസ് ഇപ്പോഴത്തെ കാലത്തൊന്നും ഒരിക്കലും ഇറങ്ങില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആക്ടിവേഷൻ ചെയ്ത മോഡൽ നമ്പർ M ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഇനി കമ്പ്യൂട്ടറിലിട്ടോ എങ്ങനെ വേണമെങ്കിലും തല കുത്തി മറിച്ച് ചെക്ക് ചെയ്തോളി, ഡോണ്ട് വറി. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു ടെൻഷനും ഇല്ല. 11 Pro Max 256 GB ക്ലീൻ പീസാണ്. അതായത് ഉപയോഗിക്കാത്ത, ആക്ടിവേഷൻ ചെയ്ത് പറയുമ്പോൾ ഒരു യൂസഡ് കാറ്റഗറിയിലാണ് ഇത് വരൽ. കാരണം പൊതുവേ നമ്മളിപ്പം യൂസ്ഡ് ഫോണാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ സാധാ പോലെ കുറച്ച് സ്ക്രാച്ച് ഉണ്ടാവും, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇതിപ്പോൾ 12 Pro ആണ്. അതേപോലെ എക്സസ് ഇതാ ഒരു ഉദാഹരണത്തിന് എക്സസ് കാണിക്കുകയാണെങ്കിൽ ഇതേപോലെ സ്ക്രാച്ചും കാര്യങ്ങളും പൊട്ടും പൊടിയൊക്കെ ഉണ്ടാവും. ഇത് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്ത ഒരു മോഡലാണ്. ഞാൻ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഫസ്റ്റ് കാണിച്ചു തരാം, ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. നിങ്ങൾക്ക് IMEI വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് 3 Tool എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് IMEI ഗൂഗിൾ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ നമ്മൾ സിം ട്രേ ഊരിയിട്ട് അതിൻ്റെ IMEIയും അതേപോലെ തന്നെ ഈ ബോക്സിൻ്റെ IMEI ഒക്കെ സെയിം ആണെന്ന് നോക്കാം. ഫോണിൻ്റെ IMEI ഒക്കെ സെയിം ആണെന്ന് നോക്കാം. അതിലൊന്നും ടെൻഷൻ മാഫി സാധനമാണ്. അപ്പോൾ ഈ കാണുന്ന ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ കില്ലർ പ്രൈസിനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. 11 Pro Max 256 GB ബോക്സ്, കേബിള്, ചാർജർ, ഹെഡ്സെറ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രൈസ് 1800 ദിറംസിന് 11 Pro Max 256 GB ആണ് കിട്ടാൻ പോകുന്നത്. അത്ഭുതമല്ലേ? അപ്പോൾ ഈ കാണുന്ന ഇതാ ഈ 3 സ്റ്റോക്ക് മാത്രമേ ബോക്സിലുള്ളൂ. പിന്നെ കൂടാതെ തന്നെ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ, ഇവിടുന്ന് തന്നെ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ, ഇവിടുന്ന് തന്നെ അൺബോക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ ഗാർഡും കവറും തരാൻ പറ്റും. ഓക്കെ, ഇതിൽ ഡിസ്കൗണ്ട് മാഫിയാണ്, ഫിക്സഡ് പ്രൈസാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അജാതി ഓഫർ ഇട്ടിട്ട് കൊടുക്കുകയാണ്. നമ്മൾ 11 Pro Max നോർമലി ഫോൺ മാത്രം കൊടുത്തിരുന്നത് 1800 ദിറംസിന്. ഇപ്പോൾ അത് മാറ്റം വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ബോക്സോട് കൂടിയിട്ടും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം. അതേപോലെ തന്നെ എക്സസ് മാക്സ് സെയിം കണ്ടീഷനിൽ. ഇത് USA സ്പെക്ക് ആട്ടോ, എല്ലാം USA LLA സാധനമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് മാക്സ് 512 GB നിങ്ങൾക്ക് ഈ സെയിം സാധനം തന്നെ ഈ ഹെഡ്സെറ്റും ചാർജറൊക്കെ ഉണ്ടാവും. 1300 ദിറംസിനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. 1300 ദിറംസിന് 512 GB നിങ്ങൾക്ക് കിട്ടാൻ പോകും ബോക്സ് പീസ്. എല്ലായിടത്തും നോക്കിക്കോളി, സാധനം എന്താ നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അറിയാലോ. പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ യൂസ്ഡ് ഫോൺസിൻ്റെ കാറ്റഗറിയിലോട്ട് വരികയാണെങ്കിൽ നമ്മളെ നോൺ ആക്റ്റീവ് ആരാധകരെ ശാന്തരാവിൻ എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ആരാധകരെ കൊണ്ട് ശല്യം. കാരണം ഈ ഒരു സാധനം മാർക്കറ്റിൽ വന്നപ്പോൾ തന്നെ കുറേ നെഗറ്റീവുകളിൽ വന്നിട്ട് നെഗറ്റീവ് കണ്ടടിച്ച്. എന്താണ് ഇത്? റീഫർബിഷാണ് മറ്റേ നമ്മൾ. ഇതിൻ്റെ സത്യാവസ്ഥ എന്താ സംഭവം? റീപ്ലേസ്മെൻറ്റ് യൂണിറ്റ് ആണ്. അതായത് ആപ്പിൾ റീപ്ലേസ്ഡ് ഡിവൈസ് എന്നാണ് പറയുക. ഇത് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഇത്രയും 6 മാസമായിട്ട് ഇത് സെയിൽ ചെയ്ത് ഇപ്പോൾ സാധനം സ്റ്റോക്ക് കിട്ടാതായി ഇതാ അപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. അതും 256 അല്ല, ഇപ്പോൾ പ്രാവശ്യം വന്നത് 128 GB ആണ്. 12 Pro നോൺ ആക്റ്റീവ് 128 GB ആക്റ്റീവ് ചെയ്യാത്ത ഡിവൈസാണ്. വരുന്ന പ്രൈസ് 5Gയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വരുന്ന പ്രൈസ് 2300 ദിറംസിന് 12 Pro 128 നോൺ ആക്റ്റീവ്. ഒരു പുതിയത് എടുക്കുന്ന ഒരു ഫീൽ തന്നെ ഉണ്ടാവും. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 100% ബാറ്ററി ഉണ്ടാവും. എല്ലാം വർക്കിംഗ് കണ്ടീഷൻ, എല്ലാം ക്യാമറ, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ്ലി ഓക്കെയാണ്. നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് കൊണ്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി. പ്രൈസ് കൂടുതലാണെങ്കിൽ ദയവ് വിചാരിച്ചിട്ട് എടുക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇതിലും വിലക്കുറവ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, എനിക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് പറയുന്നത്.
പിന്നെ 12 Pro നിങ്ങൾ കണ്ടല്ലോ, 12 Pro നോൺ ആക്റ്റീവ് 128 GB 2300 ദിറംസിന് നിങ്ങൾക്ക് തരാം. കഴിഞ്ഞിട്ടില്ല സംഭവങ്ങൾ അടങ്ങാനായിട്ട് ചെയ്യാം. സാധനം ഇപ്പോൾ 12 Pro നോൺ ആക്റ്റീവ് 5 GB തന്നെ ഉള്ളൂ, നിങ്ങൾ നോക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 12 Pro ഒക്കെ വരാം. നമ്മളെ എക്സസ് 850 ദിറംസിന്. എന്താ 850 ദിറംസിന് കൊടുക്കണമെങ്കിൽ എന്തോ ഉടായ്പ ഉണ്ടല്ലോ. ഉടായ്പ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫേസ് ID വർക്കിംഗ് അല്ല. ഓപ്പൺ ആയിട്ട് പറയാലോ, അതിൻ്റെ ഫേസ് ID വർക്കിംഗ് അല്ല. വേറെ കംപ്ലൈൻ്റ് ഇല്ല, വേറെ ഇഷ്യൂസ് ഇല്ല. പിന്നെ ബാറ്ററി 90% ബാറ്ററി ഹെൽത്ത് ഉണ്ട്. പിന്നെന്താണ്, LCD മാറ്റിയിട്ടില്ല, ഫേസ് ID വർക്കിംഗ് അല്ല. പിന്നെ യൂസർ ഫോണാണ്, ലിറ്റിൽ സ്ക്രാച്ച് ഉണ്ടോ പറഞ്ഞു ഓപ്പൺ ആക്കി. ഓക്കെ, അതായത് ഫേസ് ID വർക്ക് ചെയ്യാത്ത എക്സസ് 256 GB 850 ദിറംസിന് നിങ്ങൾക്ക് തരാം. പിന്നെ വേറെ ഒന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത കാറ്റഗറി 900 ദിറംസിന് ഐഫോൺ എക്സസ്. അതും നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. കുറേ മുമ്പ് ഞാൻ പറയുന്നത് ക്വാളിറ്റീൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നു. ക്വാളിറ്റിയാണ് മെയിൻ. അപ്പോൾ നമ്മൾ 900 ദിറംസിൻ്റെ എക്സസിന് എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് ഇവിടെ വാ ഇതാണ് എക്സസ് 256 GB. ഈ ബോഡിയുമ്പോൾ കുറച്ച് സ്ക്രാച്ച് ഉണ്ട്. പിന്നെ ചിലതിന് സ്ക്രീനുമ്മ സ്ക്രാച്ച് വരുന്നുണ്ട്. വീഡിയോയിൽ അധികം കാണുന്നൊക്കെ തോന്നില്ല, സ്ക്രീനുമ്മ കണ്ട ചിലതിൽ വരുന്നുണ്ട്. അങ്ങനെ ഇതാ കുറച്ച് വേറെ സ്ക്രാച്ചുകളുണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കോളി. 900 ദിറംസിന് ഐഫോൺ എക്സസ് 256 GB. ഇനി ഇതിലും കുറച്ച് നല്ല സാധനമൊക്കെ വേണമെങ്കിലോ, അതായത് നല്ല സാധനം നമ്മളതും തരാം. 930 ദിറംസിന് ഏറ്റവും നല്ല സാധനം കൂടി തരാം. അതും ക്വാളിറ്റി നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളി. നിങ്ങൾക്ക് പ്രൈസ് റേഞ്ച് ഏതാണ്? 930 ദിറംസിന് എക്സസ് 256 GB നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അതും എല്ലാം 85% ബാറ്ററി ഹെൽത്ത്. അങ്ങനെ എക്സസ് ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം 12 Pro 512 ഉണ്ട് നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. 90% ബാറ്ററി, യൂസർ ഫോണാണ്, ക്ലീൻ പീസാണ്. നമ്മളിവിടെ കൊടുക്കാറ് പക്ക ക്ലീന്, വേറെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. ഇതിന് വരുന്ന പ്രൈസ് 2200 ദിറംസിന് 512 GB കിട്ടും. അതുപോലെ തന്നെ നമ്മളിപ്പം അതിൻ്റെ യൂസറിലോട്ട് വരികയാണെങ്കിൽ നമ്മളെ കയ്യിൽ 2050 ദിറംസാണ് 256 GB പ്രൈസ്. ഇപ്പോഴത്തെ പ്രൈസ് 2050 ദിറംസ്. 90% ബാറ്ററി ഹെൽത്ത്, ബ്ലൂ കളർ ഉണ്ട്, ഗോൾഡ് കളർ ഉണ്ട്. ഇതെല്ലാം 90% ബാറ്ററി ഹെൽത്ത്, പക്ക ക്ലീന്. കാണിച്ചു കൊടുത്താൽ കേട്ടോ, കുറച്ചും കൂടി കാണിച്ചു കൊടുത്താൽ. പക്ക ക്ലീന്, നല്ല ക്ലീൻ പീസാണ്. നിങ്ങൾ നോക്കിയാൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്ക ക്ലീൻ സാധനം 256 GB. പിന്നെ ഇതാ പോയിട്ട് വന്നിട്ടുണ്ട് 13 Pro Max നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. അണ്ടർ ആപ്പിൾ വാറണ്ടി ഉള്ള 13 Pro Max. ആപ്പിൾ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ പ്ലസ് വാറണ്ടി ഉള്ള 13 Pro Max 2024 വരെ ആപ്പിൾ വാറണ്ടി ഉണ്ട്. വരുന്ന പ്രൈസ് 3600 ദിറംസാണ് നമ്മളെ കയ്യിൽ വരുന്ന പ്രൈസ്. മോഡൽ നമ്പർ M ആണ്, USA സ്പെക്ക് ആണ്, 100% ബാറ്ററി ഹെൽത്ത് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയാം. ആപ്പിളിൻ്റെ അപ്ഡേഷനിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അതായത് ബാറ്ററി ഹെൽത്ത് കുറയുക എന്നുള്ള സംഭവങ്ങൾ. നമ്മളെ പേഴ്സണലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ വരെ ബാറ്ററി ഹെൽത്ത് കുറയലുണ്ട്. അത് നിങ്ങളൊരു പുതിയ ഫോൺ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. iOS 16.31 ഒരുപാട് അപ്ഡേഷൻസ് പ്രോബ്ലംസ് ഉണ്ട്, ബഗ്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം ക്ലിയർ ആവണമെങ്കിൽ നെക്സ്റ്റ് അപ്ഡേഷന് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആപ്പിളിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാത്തവർക്ക് എന്നും സംശയങ്ങളാവും. യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം ചില ആൾക്കാർക്ക് മനസ്സിലാവും. ഒരുപാട് നെഗറ്റീവ് ഉണ്ട് കേട്ടോ. ആപ്പിൾ ഫോൺ എന്ന് പറഞ്ഞാൽ ഈ പ്രൗഡ് കാണിക്കുന്നതിന് ഉപരി നെഗറ്റീവ്സും ഉണ്ട്. ആ നെഗറ്റീവ്സ് കൂടി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഫോൺ എടുക്കാൻ ശ്രമിക്കുക. ഇതിലും ബെറ്റർ ചോയ്സ് ആൻഡ്രോയിഡിലേക്ക് മാറാൻ പറ്റും. ഈ ആൻഡ്രോയിഡിൽ നിന്ന് ആദ്യമായിട്ട് ആപ്പിളിലോട്ട് വരുമ്പോൾ ഒരുപാട് സംശയങ്ങളാണ്. ബാറ്ററി ഹെൽത്ത് ബാറ്ററി ഹെൽത്തിന് ആരും വാറണ്ടി കൊടുക്കാറില്ല. പക്ഷെ നമ്മൾ ഒരു മാസം നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്ത് കുറയണതിനല്ല, സർവീസ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളത് മാറ്റി തരും. അതിനെപ്പറ്റി 100% നമ്മൾ ഗ്യാരണ്ടിയാണ്, അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ 13 Pro 256 GB നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. വാറണ്ടി ഇല്ലാത്ത പ്രോഡക്റ്റിന് 3150 ദിറംസും, വാറണ്ടി ഇല്ലാത്ത 256 GBക്ക്. അതേപോലെ വാറണ്ടി ഉള്ള ഫോണിനാണെങ്കിൽ 3250 ദിറംസും. വാറണ്ടി ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ പ്ലസ് വാറണ്ടി ഉള്ള സാധനമൊക്കെ ഉണ്ട്. ഇതാ ഈ സംഭവം കെയർ പ്ലസ് വാറണ്ടി ഉള്ള 13 Pro 256 GB ആണ്. 2024 വരെ വാറണ്ടി ഉണ്ട്. 2024 വരെ വാറണ്ടി ഉള്ള സാധനം നമ്മളെ കയ്യിൽ വരുന്ന പ്രൈസ് 3250 ദിറംസ്. 13 Pro കുറച്ച് ഭയങ്കരമായിട്ട് ടൈറ്റായിരുന്നു മാർക്കറ്റിൽ, ഇപ്പോഴാണ് സാധനം വന്നത്. പിന്നുള്ളത് 12 Pro Max ഇല്ല, 11 Pro യൂസർ ഉണ്ട്. 1550 ദിറംസ് 11 Pro 256 GBക്ക് വരുന്ന പ്രൈസ്. ക്ലീൻ പീസാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ കയ്യിലുള്ള. പിന്നെ 12 Pro ഗ്രാഫൈറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ. ഓഫർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എക്സസിലുണ്ട്. എക്സസ് നിങ്ങൾക്ക് വേണോ, ലോ ബഡ്ജറ്റുള്ള എക്സസ് വേണോ, പോരെ. ബോക്സ് പീസിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യണോ, പോരെ. താഴെ ഷോപ്പിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, ദുബായ് സ്റ്റോറിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നമ്മളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ
മാത്രം പ്രൈസ് ഓക്കെ ആണെങ്കിലും മാത്രം നിങ്ങൾ വന്നാൽ മതി. ഇതിൽ വെറുതെ പരപരേ കമൻറ്റ് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രൈസ് ഓക്കെ ആണെങ്കിലും നിങ്ങൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഷോപ്പിലേക്ക് വരിക. ആരെയും വിളിച്ചു വരുത്തിയിട്ട് വാ പറഞ്ഞിട്ടല്ല. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വന്നാൽ മതി. ഇനി ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടുന്ന് വേണമെങ്കിൽ എടുത്തോളി. ഹാപ്പി ഓൾവേസ്. ഓക്കെ ഗൈസ്, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്, ഒരുപാട് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് ഐഫോൺ ഏതാണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ കില്ലർ കിടിലൻ വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.